ഹായ് ഓൾ. ഇന്നൊരു പോർട്രേറ്റ് ആയിട്ടാണ് പാവം ഈ പിള്ളേരെ കല്യാണമാണ്. അപ്പോൾ അറിയാതെ എന്നോട് ചോദിച്ചു പോയി അവൻ. ഞാൻ ജസ്റ്റ് ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒന്ന് എന്നെ വരച്ചു തരും. ഞാൻ അപ്പോഴേ അവനോട് പറഞ്ഞു, എനിക്ക് ഇത് പോർട്രേറ്റ് ഇങ്ങനത്തെ സാധനമൊന്നും എനിക്ക് വരത്തില്ല, ഈ കണ്ണും മൂക്കും വായൊന്നും എനിക്ക് വരയ്ക്കാനേ വരത്തില്ല, എന്നാലും ഒന്ന് വരച്ച് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ ഒന്നും ആയില്ലെങ്കിലും എവിടേക്കോ എങ്ങനെയൊക്കെയോ ഒരു സാദൃശ്യമുണ്ടെന്ന് എനിക്ക് സ്വയം തോന്നി. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ടിട്ട് എന്തെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഇത് ഇനി തുടരണോ വേണ്ടയോ നിർത്തിക്കോ എന്തെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞോളൂ. നോർമലി കാർട്ടൂൺ ടൈപ്പ് പിക്ചേഴ്സാണ് എനിക്ക് കൂടുതൽ വഴങ്ങുന്നത്. ഇതെല്ലാം വഴങ്ങുന്ന ആൾക്കാരുണ്ടായിരിക്കും, അവർ സത്യത്തിൽ അവരാണ് ഓൾ ഇൻ വൺ എന്ന് പറയാം. അങ്ങനെ വരയ്ക്കാൻ തുടങ്ങി. ഫസ്റ്റ് പെൻസിൽ വെച്ച് വരച്ചു. കാരിക്കേച്ചർ പോലെ വരയ്ക്കാമെന്നാണ് വിചാരിച്ചത്, അത് കുറച്ചുകൂടി ഈസിയാണ്. പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ച് പെൻസിൽ വെച്ച് വരച്ചു. പിന്നെ ഔട്ട്ലൈൻ കൊടുത്തിട്ട് പയ്യനെ എന്നെ ഒന്ന് അയച്ചു കൊടുത്തു. അവൻ ചോദിച്ചാലോ ഇത് ആരാന്ന് ആദ്യം ചോദിച്ചാലോ എന്ന് വിചാരിച്ച് അവനെ തന്നെ അയച്ചു കൊടുത്തു. കൊള്ളാം എന്ന് പറഞ്ഞു. ചിലപ്പോൾ വിഷമിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചായിരിക്കും, എന്നാലും അതൊരു ചെറിയ കോൺഫിഡൻസ് കിട്ടിയുണ്ട്. പിന്നെ അങ്ങ് തുടർന്നു. അപ്പോൾ ഫോട്ടോയിൽ കാണുന്ന കുട്ടിക്ക് ബ്രൗൺ കളർ ഹെയർ അല്ലല്ലോ നിങ്ങൾ വിചാരിക്കും. പക്ഷേ എന്താ പറയുക, നേരത്തെ ഒരു ശീലം ഇല്ലാത്തതുകൊണ്ട് ഈ ബ്ലാക്ക് കൊടുത്തിരിക്കുന്ന ആ ഔട്ട്ലൈൻസ് ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ബ്രൗൺ കൊടുക്കാമെന്നൊരു ഐഡിയ വന്നു. പിന്നീടാണ് ആക്രിലിക് ബ്ലാക്ക് കൊടുത്താലും ഇതേ എഫക്റ്റ് ആയിരിക്കും എന്ന് പിന്നീടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ബ്രൗൺ തന്നെ കണ്ടിന്യൂ ചെയ്തു. ഇതൊരു ശീലമായങ്ങെടുത്താൽ നമുക്ക് ഓരോ വർഷം തോറും ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. പക്ഷേ എൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, എനിക്കിങ്ങനെ ഡ്രോയിങ് ചെയ്യണം, ക്രാഫ്റ്റ് ചെയ്യണം എന്നിങ്ങനെ തോന്നുമ്പോൾ ഞാൻ അതിനുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് കൂട്ടി ഇത് കുറച്ച് നാളിങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെ അതിനെ തിരിഞ്ഞ് പോലും നോക്കത്തില്ല. അതാണ് സംഭവം. കുറച്ചൊക്കെ കണ്ടിന്യൂ ചെയ്തത് ഓരോ ദിവസം ഇങ്ങനെ ഓരോ ഡ്രോയിങ്, ഒരു ചെറിയ ഡ്രോയിങ് ട്രൈ ചെയ്ത് വന്നാൽ നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ. പക്ഷെ ഞാനത് ചെയ്യത്തില്ല എന്ന് ഞാൻ എടുത്തടിച്ച പോലെ പറഞ്ഞതല്ല, അതൊരു മടിയുടെ ഭാഗമാണ്. എല്ലാവരും അതുകൊണ്ട് ഉള്ള കഴിവിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. പല തടസ്സങ്ങളും പല മടികളും നമ്മുടെ ഇടയിൽ വന്നു പോകും. അതിനെല്ലാം തരണം ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ സക്സസ് എന്ന് പറയാനേ എനിക്ക് പറ്റത്തുള്ളൂ. ചെയ്ത് കളിക്കാൻ വളരെ പാടാണ്. അത്രയും പെർഫെക്റ്റ് ഒന്നും അല്ലെങ്കിലും ഇതിൻ്റെ പുറകിൽ അത്യാവശ്യം ഹാർഡ് വർക്കും ടൈമും എഫേർട്ടും ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് ഞാനിത് ചെയ്തത്. ഇതിനൊക്കെ ഒരു മോട്ടിവേഷൻ വേണ്ടേ? ഇത്രയും കഷ്ടപ്പെട്ട് കുറേ ടൈം എടുത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ എടുക്കുന്ന വീഡിയോസിനൊക്കെ വളരെ വ്യൂസ് കുറവും ലൈക്കും ഒക്കെ വളരെ കുറവാണ്. ചിലപ്പം അത് ഭയങ്കര വലിയ പിക്ചറൊന്നും അല്ലെങ്കിലും അത്യാവശ്യം നമ്മുടെ ടൈമെല്ലാം നമ്മളിതിന് വേണ്ടി ചിലവഴിക്കുന്നുണ്ട്. പക്ഷേ ഒരു റാൻഡമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സപ്പോർട്ട് ഒരു ഇത്രയും ടൈം എടുത്ത് ചെയ്യുന്ന ഒരു ഡ്രോയിങ്ങിന് ഇല്ലയെന്ന് പറയുമ്പം അത് വീണ്ടും ഇനിയിപ്പോൾ ഇത് ചെയ്യണ്ട, എന്തിനാ ഇത്രയും ടൈം എടുത്ത് ചെയ്തിട്ടും പ്രത്യേകിച്ചും ഗുണമൊന്നും ഇല്ലയെന്ന് തോന്നുമ്പം കുറച്ച് ബാക്ക്വേർഡ് ആകുന്ന ഒരു സിറ്റുവേഷൻ എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. നമ്മളൊരു കാര്യം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ വ്ളോഗ്സോ ഒരു പോസ്റ്റോ ഇടുമ്പോൾ അറിയാം ആരൊക്കെയാണ് നമ്മളറിയാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു, നമ്മളെ സ്നേഹിക്കുന്നതൊക്കെ ഒക്കെ എന്ന് നമുക്ക് മനസ്സിലാകും. നമ്മൾ വിചാരിക്കും ഇന്ന ആളായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കും. പക്ഷേ ആ വഴിയെ പോലും ആൾ തിരിഞ്ഞ് നോക്കത്തില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊന്നും ഇത് കൊള്ളായിരുന്നു, നീ ഇങ്ങനെ ചെയ്താൽ കൊള്ളായിരുന്നു, നീ ഇതിന് കുറച്ചുകൂടി ഇങ്ങനെ കാര്യങ്ങൾ മാറ്റിയാൽ അത് കുറച്ചുകൂടി നന്നാകും എന്നൊക്കെ പറയുന്ന കുറച്ച് ആൾക്കാരെ എനിക്ക് തിരിച്ചറിയാൻ പറ്റി ഇങ്ങനെയൊക്കെ തുടങ്ങിയപ്പം. അതിലൊരാളാണ് മിഖിൽ. ഞാൻ ഇങ്ങനെ ഡ്രോയിങ് റാൻഡമായിട്ട് വലിയ ഡ്രോയിങ്ങൊന്നും അല്ല, പക്ഷേ അതിങ്ങനെ തുടങ്ങിയപ്പോൾ എടി നിനക്ക് എന്നെ വരയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ലടാ, ഞാൻ അങ്ങനെ ആൾക്കാരെ വരയ്ക്കാൻ എനിക്ക് പറ്റില്ല. അപ്പം ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തതിൽ ഒരാളാണ് മിഖിൽ. അതുപോലെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവരെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, പക്ഷേ വഴിയെ എന്തെങ്കിലുമൊക്കെ അവർക്ക് വേണ്ടി ഐ വിൽ ഡെഡിക്കേറ്റ് സംതിങ്. പിന്നെ ചിലരുണ്ടാവും സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ആയിരിക്കും നമുക്ക് തോന്നുന്നത്, പക്ഷേ മൈൻഡിൽ അവർ നമ്മളെ കളിയാക്കുകയും അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റേ ആൾ കണ്ടോ അവർ നന്നായിട്ട് വരയ്ക്കും അല്ലേ, അവർ നന്നായിട്ട് ഇത് ചെയ്യുമല്ലേ എന്ന് നമ്മളോട് പറയും. പക്ഷേ നമ്മുടെ ഒരു ഡ്രോയിങ്ങോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഇതിനെ അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഡയറക്റ്റ്ലി അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇനി ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഇത് ചെറുതായിട്ടെങ്കിലും കണ്ടിന്യൂ ചെയ്യാൻ ഉള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഞാൻ. മൈൻഡ് മാറാതിരിക്കട്ടെ, മടിയൊന്നും വരാതിരിക്കട്ടെ, ഇടയിൽ വലിയ തടസ്സങ്ങളൊന്നും വരാതിരിക്കട്ടെ, ഇതൊന്നുമില്ലെങ്കിൽ ഞാൻ എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്യും. പേടിക്കണ്ട, കാണാൻ ആഗ്രഹമുള്ള ആളുകൾ മാത്രം കണ്ടാൽ മതി. ഇല്ലാത്തവർക്ക് ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ എവിടെയായാലും ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നോട്ട് ഇൻട്രസ്റ്റ് കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ വീഡിയോസ് കാണാം, അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് അതിനെല്ലാം പോകാം. ഓരോ വീഡിയോസ് കാണുമ്പോഴും നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ നിനക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നെടി, നിനക്ക് ഔട്ട്ഡോർ ചെയ്തൂടെ, അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ നിനക്ക് ഔട്ട്ഡോർ പോകാനുള്ള, അങ്ങനെ
പല പല ടൈപ്പ് നല്ല കമൻസ് ആയിക്കോട്ടെ, സജഷൻസ് ആയിക്കോട്ടെ ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഇതെന്താ വലിയ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമിൽ എന്തോ 1 മില്യൺ ഫോളോവറുള്ള ആൾക്കാരെ പോലെയാണല്ലോ സംസാരിക്കുന്നത് വിചാരിക്കും. അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും അതിൻ്റെ പകുതിയെങ്കിലും അടിച്ചാലോ. എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു കോസി വൈബുള്ള ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം. അതായത് ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു ടേബിൾ ഒക്കെ ഇല്ലേ, അതുപോലെ വോളും എല്ലാം സെറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ഒന്ന് സെറ്റായി വരണം. പറ്റുന്ന രീതിയിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട് അല്ലേ. നമുക്കിപ്പോൾ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നിന്നുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ. സോ അതിൽ നമുക്ക് എന്താണ് അഭിമാനിക്കാം, സ്വയം നമുക്ക് അഭിമാനിക്കാം. ഇതൊന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. സോ പറ്റുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തൊക്കെ കമൻറ്റ്സ് ഉണ്ടോ, സജഷൻസ് ഉണ്ടോ എല്ലാം തന്നെ സ്വീകരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കമൻറ്റ് ചെയ്യുക. നല്ല സജഷൻസ് ഉണ്ടെങ്കിൽ തരിക, തെറ്റ് ഇങ്ങനെയൊക്കെ ശരിയാക്കാമായിരുന്നു എന്നുണ്ടെങ്കിൽ അത് പറയാം. സോ ഞാൻ ഒന്നുകൂടി ആ ഒരു ഒറിജിനൽ പിക്ചർ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് മനസ്സിലാകും ഇതും രണ്ടും തമ്മിലുള്ള വ്യത്യാസം. സോ എനിക്ക് വേണമെങ്കിൽ ഇത് കാണിക്കാതിരിക്കാം, ബിക്കോസ് നിങ്ങൾക്ക് ഓരോ തെറ്റുകുറ്റങ്ങളും ഇത് രണ്ടും വെച്ച് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ എനിക്കറിയാം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന്. നിങ്ങൾക്ക് അത് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ യു ക്യാൻ കമൻറ്റ് ഈസിലി. എനിവേ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. സെയിം അതുപോലെ എനിക്ക് വരയ്ക്കാൻ പറ്റുമെന്ന് അറിയില്ല, ബിക്കോസ് അത് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. പിന്നെ ഒരു കളർഫുൾ ബാക്ക്ഗ്രൗണ്ടും കൊടുത്ത് പിന്നെ ഒരു ചെറിയൊരു കാർഡ് ടൈപ്പിൽ അവിടെ പേരും എഴുതി മാരേജ് ഡേറ്റും എഴുതുന്നുണ്ട്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.